ലഹരിക്കെതിരെ പോലീസിൻ്റെ ഏറ്റവും വലിയ ആക്ഷൻ പ്ലാനാണ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ 24നോട് പറഞ്ഞു. ലഹരി ഇടപാടുകൾ കണ്ടെത്താൻ ഇന്റലിജൻസ് കാര്യക്ഷമമാക്കും, സ്റ്റുഡൻറ് പോലീസ് സേനയെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാക്കുമെന്നും DGP 24നോട്. On the directions of the Honorable Home Minister, police preparing a large-scale action plan to this basically anti-narcotic drive. We have been doing the conducting the already we are doing conducting the plans, but അതിന്റെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് we will be doing it now. It has individually police actions അതോടൊപ്പം തന്നെ basically to identify the peddlers, suppliers and to go up to the source level. Then secondly, we'll be having the special squads will be prepared for the special drive, and we'll also go for the large scale awareness programs concentrating the schools and the colleges and other communities also. And we'll be having an interstate as well as interagency coordination so that there can be an effective anti-narcotic drive conduct ചെയ്യുന്നത്. And we are going to have വളരെ വിശദമായിട്ടുള്ളത് വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. That we are working on the details. I will definitely come out with it. But the schools, colleges, അതിന് അവർക്ക് അവയർനെസ് ക്യാമ്പയിനും പിന്നെ അവർക്ക് ഇത് ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ്. We have a very strong HPC ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്, കാലി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരും ഇതിൽ പങ്കാളിത്തം ചെയ്തിട്ട് will be going for it. Along with our, we will further strengthen our dance of squads, both for the collection of intelligence and also for effective operations. You know that drugs are becoming a menace to the society. അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആക്ഷൻ പ്ലാനാണ് ഇതാണ്. സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം കൂടി ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ നമ്മൾ ആഭ്യന്തര മന്ത്രിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ SKN40 എന്നുള്ള മയക്കുമരുന്നിനെതിരായുള്ള നമ്മുടെ പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിന് പ്രചോദനമായതും അദ്ദേഹം അങ്ങനെ യാത്ര നയിച്ചതും. പിന്നീട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ ഇങ്ങനെയൊരു തൂഫാൻ ഓപ്പറേഷന് അദ്ദേഹം പോലീസ് സേനയെ സജ്ജമാക്കുന്നതും. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. SKN പറഞ്ഞതിൻ്റെയാണ് ശരി. ആദ്യം SKN നയിച്ച 24ന്റെ SKN40 ലഹരി വിരുദ്ധ യാത്ര, കേരള യാത്ര, അതിൽ രമേശ് ചെന്നിത്തല വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഇത് നാടിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചില്ല. അദ്ദേഹം വീണ്ടും സംസ്ഥാന തലത്തിൽ തന്നെ യുവാക്കളെയൊക്കെ ഒരു മോർണിംഗ് വാക്ക് നടത്തിയിരുന്നു. അദ്ദേഹം ലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടം അദ്ദേഹം സ്വന്തം നിലയിൽ അദ്ദേഹം നടത്തിയിരുന്നു, ഒരു MLA മാത്രമായിരിക്കുന്ന സമയത്ത്. പക്ഷേ എന്നാൽ ആഭ്യന്തരമന്ത്രിയായി വന്ന സമയത്ത് ആദ്യം തന്നെ കേരള പോലീസ് സേനയോട് അദ്ദേഹം നൽകിയ നിർദ്ദേശം രാസലഹരി ഇല്ലാത്ത കേരളം എന്നുള്ളതായിരിക്കണം കേരള പോലീസിൻ്റെ ടാർഗറ്റ് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായ ഹേമേന്ദ്രൻ സാർ, മുൻ DGP ആണ്, അദ്ദേഹവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DGP റവാദ ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ യോഗത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ഈ നർക്കോട്ടിക്കിനെതിരായ ഒരു വാർ നടത്തണം എന്നുള്ള ആവശ്യം പറയുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും അദ്ദേഹം ഈ നിർദ്ദേശം നൽകി. ഇന്നിപ്പോൾ DGP റവാദ ചന്ദ്രശേഖർ വളരെ കൃത്യമായി പറയുന്നു, ഈ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തൂഫാൻ എന്ന വലിയ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ്റെ പ്രത്യേകത അതിൻ്റെ പ്ലാൻ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷേ പ്രാഥമികമായി തന്നെ അവർ പറയുന്നത് ബഹുമുഖമായ ഒരു ഓപ്പറേഷൻ ആയിരിക്കും. ഒരു ഭാഗത്ത് ഇൻ്റലിജൻസ് കളക്ഷൻ നടക്കും, മറ്റൊരു ഭാഗത്ത് ബോധവൽക്കരണം നടക്കും, മറ്റൊരു ഭാഗത്ത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ ഓപ്പറേഷൻ. അതായത് ഈ രാസലഹരിയുടെ കിച്ചണുകൾ കണ്ടെത്തുക, ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കണ്ടെത്തുക. മറ്റൊന്ന് അന്തർ സംസ്ഥാന ബന്ധം ഇതിനുണ്ട്. അതുകൊണ്ട് വിവിധ സംസ്ഥാനത്തെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ. അതായത് ലഹരിയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ പുതിയ ഓപ്പറേഷൻ, കേരള പോലീസിൻ്റെ ഈ പുതിയ ഓപ്പറേഷൻ. അതും രമേശ് ചെന്നിത്തല തന്നെ അതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോലീസ് അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡിന് രൂപം നൽകാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് ഇൻ്റലിജൻസ് കളക്ഷൻ, മറുഭാഗത്ത് ശക്തമായ ഓപ്പറേഷൻ, ഇറാഡിക്കേഷൻ ഓപ്പറേഷൻ, മറ്റൊരു ഭാഗത്ത് ബോധവൽക്കരണം. അങ്ങനെ 3 മുഖമുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ജൂൺ മാസത്തിൽ ക്യാമ്പസുകൾ സജീവമാകുന്നു, സ്കൂളുകൾ തുറക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചുള്ള ഇൻ്റലിജൻസ് കളക്ഷനിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു. ഈ ഡാൻസ് ഓഫ് എന്ന പഴയ സ്ക്വാഡിനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു.
SKN മറ്റൊരു കാര്യം, ഈ SPC ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻറ് പോലീസ്, ആ സംവിധാനത്തെ തൂഫാന്റെ ഭാഗമാക്കും എന്നുകൂടിയാണ് രവതാ ചന്ദ്രശേഖർ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തുടക്കം ഒരു നാടിന് വേണ്ടിയുള്ള മികച്ച തുടക്കമാണ് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ SKN40 മുതൽ അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ യാത്ര മുതൽ അദ്ദേഹം ലഹരിക്കെതിരായ ഒരു വാർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ആദ്യ നടപടി ഒരു സർക്കാർ തലത്തിൽ ആഭ്യന്തരമന്ത്രിയായ ശേഷമുള്ള ആദ്യ നടപടിയാണ് ഈ തൂഫാൻ എന്ന് വിലയിരുത്താം. അതുതന്നെയാണ് രവതാ ചന്ദ്രശേഖരൻ നമുക്ക് നൽകുന്ന സൂചനയും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.